സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് റിപ്പോർട്ട് ചെയ്യുന്നത് റിയാദുസ് സാലിഹീനാണ്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. കാരണം ഒരുപക്ഷെ നിങ്ങൾ സുഹൃതവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ആ നീട്ടിക്കിട്ടുന്ന ദീർഘായുസ് ഒരുപാട് സുഹൃതം ചെയ്യാനുള്ള ഒരു അവസരമാകും. അതല്ല, നിങ്ങൾ കുറ്റവാളികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നീട്ടിക്കിട്ടുന്ന ആയുസ് ഒരുപാട് പശ്ചാത്തപിക്കാനും സത്യത്തിലേക്കും നീതിയിലേക്കും മടങ്ങാനുള്ള അവസരമായി കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും മരണത്തെ നിങ്ങൾ ആരും ആഗ്രഹിക്കരുത് എന്നാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്യാനുള്ള അവസരമായി കിട്ടും പിന്നീട്. അതല്ല, ഇനി കുറ്റവാളികളാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നീട്ടിക്കിട്ടുന്ന അവസരങ്ങൾ അഥവാ ആയസ് ഒരുപാട് പശ്ചാത്തപിച്ച് മടങ്ങി സന്മാർഗത്തിലേക്കോ നന്മയിലേക്കോ എത്താൻ സാധിക്കും. ആത്മഹത്യ അതുപോലുള്ള മരണങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇവിടെ ഇപ്പം ഇത് പറയാനായിട്ട് ഒരു കാരണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ ഒരു വാർത്തയിലൊക്കെ കണ്ട് VP സുഹറ എന്ന് പറഞ്ഞ ഒരു സഹോദരി. അപ്പം ഇവർ സംഭവം ഏത് മതം എന്താണെന്നും അറിയില്ല, എന്തായാലും പേര് കേട്ടപ്പം ഒരു നാമധാരി. അപ്പം അവർ ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നു, അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ പറ്റിയത്. അത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അതായത് ഇവിടെ മുസ്ലിം സ്ത്രീകളൊക്കെ ഇന്ത്യയിൽ അഥവാ കേരളത്തിലൊക്കെ വളരെയേറെ പീഡനം അനുഭവിച്ചു. അപ്പോൾ പിതാവിൻ്റെ സ്വത്തും വകയൊന്നും കൊടുക്കാതെ അവരൊക്കെ ഇല്ലായ്മയിലേക്ക് പോകുന്നു, എല്ലാ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, സുഹ്റ ചേച്ചി, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് ഒന്ന് പഠിക്കുക. അതായത് പരിഭാഷ അതുപോലെ തഫ്സീറുകളൊക്കെ എന്ന എല്ലാ ഭാഷകളും ഒരുപാട് ലഭ്യമാണ്. ഇതൊക്കെ വാങ്ങിച്ചൊന്ന് വായിക്കുക ആദ്യം തന്നെ. ഇനിയിപ്പോൾ ഈ പ്രായോത്തരമായ സ്ഥിതിക്ക് അതൊന്നും തലയിൽ കയറിയില്ലെങ്കിൽ ഏതെങ്കിലും നല്ല പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുക, എന്താണ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ, സ്ത്രീയെക്കുറിച്ചുള്ള നിയമങ്ങൾ എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവര് പറഞ്ഞ കാര്യം ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് കാരണം. മുസ്ലിം സ്ത്രീകളെടുത്ത് ഒന്നുമില്ലെങ്കിൽ കവലയിൽ ഇറങ്ങി എന്നൊന്ന് അന്വേഷിക്ക്, ഏത് സ്ത്രീകളാണെന്ന് ജോലിക്ക് പോകാതിരിക്കുന്നത്, അതുപോലെ ഏത് സ്ത്രീകൾക്കാണ് വീട്ടിൽ സമ്പത്തില്ലാത്തത്, കൊടുക്കാത്തത്, അഥവാ പൂട്ടിയിടുന്നത് അവരുടെ വീട്ടിൽ. ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ കവലയിൽ ഇറങ്ങി അന്വേഷിക്കെങ്കിലും വേണ്ടേ. അപ്പൊ സത്യത്തിൽ ഇന്ന് ഈ മീഡിയകളും ഈ യൂട്യൂബ്, വാട്സാപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഈ മീഡിയകളൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനൊന്നും ഇറങ്ങത്തുമില്ല, മിണ്ടാവിട്ടിരിക്കും. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രചരണം എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവമാണ് ഇവർ കാണാൻ കഴിയുന്നത്. ഇനി ഇവർ ഏതാ വകുപ്പെന്നൊന്നും അറിയില്ല. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇവർ യുക്തിവാദികളുടെ ഒരു ആളാണ്. കാരണം യുക്തിവാദികളാണല്ലോ ഇസ്ലാമിനെ ഇപ്പോൾ വിഴുങ്ങിക്കളയാമെന്നും പറഞ്ഞ് നടക്കുന്നത്. ശരി, ആയിക്കോട്ടെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സമയത്ത്, അഥവാ ഈ നുബുവത്തിന് പ്രബോധനം ഈ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിൻ്റെ ജീവിതവും സംസ്കാരവും ഒക്കെ ചെറുതായിട്ടൊന്ന് പഠിക്കുക. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വിവാഹം കഴിച്ച ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അപ്പം അവര് അവിടുത്തെ ആ മക്കയിലേക്ക് ഏറ്റവും വലിയൊരു ധനാഢ്യയായിരുന്നു, ഭയങ്കര ബിസിനസ്സുകാരിയായിരുന്നു. ഏകദേശം നമ്മളെ യൂസുഫ് അലിയെ പോലെയൊക്കെയുള്ള ഒരു അത്രത്തോളമുള്ള ബിസിനസ്സുകാരിയായിരുന്നു. അപ്പം അവരാ കാലത്ത് ബിസിനസ് നടത്തി, ഒരു പക്ഷേ പ്രവാചകൻ ജീവിച്ചിരുന്ന സമയത്ത് ബിസിനസ് നടത്തി. സത്യസന്ധനായ പ്രവാചകനെയാണ്, അന്ന് പ്രവാചകനായിട്ടില്ല, അന്ന് അദ്ദേഹത്തെയാണ് ഇവർ അവരുടെ ഒരു വിശ്വസ്തനായ ആളെന്ന നിലയ്ക്ക് അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ, അവരൊരു യുദ്ധം, പ്രവാചകന് ശേഷം യുദ്ധം പോലും നയിച്ച ധീര വനിതയാണ്. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ റസൂലുള്ളാഹിയുടെ പേഴ്സണൽ സെക്രട്ടറി കൂടെ ആയിരുന്നു, ഭാര്യ മാത്രമല്ല, പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. അതായത് എല്ലാവിധത്തിലുള്ള പ്രവാചക ചര്യകളെയും അതിനെക്കുറിച്ച് മനഃപ്പാടമാക്കി വെക്കുന്നവരും ആയിരുന്നു. അപ്പൊ പ്രവാചക സല്ലല്ലാഹു അലൈഹി ശേഷം പോലും അവരിൽ നിന്ന് അവർ അധ്യാപക കൂടിയായിരുന്നു. അവരിൽ നിന്നും ലക്ഷക്കണക്കിന് ചര്യകളുടെ ശൃംഖല ആണും പെണ്ണും ഒക്കെ വന്ന് അവരിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു 10-20 വർഷത്തിന് മുമ്പ്, 10-16 വർഷം സൗദി അറേബ്യയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ച മണ്ണിൽ, സഹാബത്ത് മൊത്തം ജീവിച്ച മണ്ണിൽ ഈ 16 വർഷത്തിന് മുമ്പ് പണിയെടുത്തവനാണ് ഞാൻ.
അപ്പോൾ 10-16 വർഷം വരെ അവിടെ പണിയെടുത്തു. അപ്പം ഇവിടെ കാണാൻ കഴിഞ്ഞ അവിടെ എല്ലാ സ്ത്രീകളും കമ്പോളത്തിൽ മാർക്കറ്റിലേക്ക് ചെന്ന് നോക്കിയാൽ അവർ ബിസിനസ് ഉണ്ട്, അവർക്ക് ധാരാളമായിട്ടുള്ള സമ്പത്തുണ്ട്, അവർ കച്ചവടങ്ങളിലും ജോലികളിലും ഒക്കെ അവർ വ്യാപൃതരാണ്. ഇതാ കാണാൻ കഴിയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം പറയാനാണെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ന് നടന്നു വരുന്ന ഒരു കാര്യം നിങ്ങൾ പറയുന്ന വസ്തുതയ്ക്ക് വളരെ എതിരാണ്. കാരണം ഒരു 2 ആമക്കളും ഒരു പെൺകുട്ടിയും ഒരു പിതാവിനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സകലതും ചെലവാക്കി, കടവും വാങ്ങിച്ച് ചെലവാക്കിയുള്ള സമ്പത്ത് മൊത്തം അതിന് കൊടുത്തു വിടുക. സത്യത്തിൽ ആൺകുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. അതാണ് ഈ കേരളത്തിൻ്റെ ഒരവസ്ഥ. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഹൈന്ദവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിലപാടാണ്. അപ്പം അതിൽ നിന്ന് കടമെടുത്തതാണ് യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ ഇന്ന് അധികവും. അവർക്കറിയത്തില്ല എന്താ ഇസ്ലാം എന്നുള്ള അറിയത്തില്ല. ഇസ്ലാം വേറിട്ട ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സംസ്കാരമാണെന്നുള്ള കാര്യം ഇന്ന് പലർക്കും അറിയില്ല. അതിലൊരാളാണ് നിങ്ങളും എന്നാണ് ബഹുമാനപ്പെട്ട സൂറ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പുരുഷന് 2 കൊടുത്താൽ സ്ത്രീക്ക് 1 എന്നുള്ള നിലപാടാണ്. അപ്പോൾ അതിൽ 3 രൂപ കയ്യിലുണ്ടെങ്കിൽ 2 പുരുഷനും 1 സ്ത്രീക്കുമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെയും ആ കുടുംബത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ, സംരക്ഷണം, ഇതെല്ലാം ഏറ്റെടുക്കേണ്ടത് മകനാണ്. ഇപ്പം എനിക്ക് 2 ഒരാണും ഒരു പെണ്ണും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 3 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ കൊടുത്ത് എൻ്റെ പെണ്ണിന് കൊടുക്കുക. അതുപോലെ 2 എണ്ണം എൻ്റെ ആൺകുട്ടിക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ എൻ്റെയും അവൻ്റെ മാതാവായ എൻ്റെ ഭാര്യയുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടവനാണ് ആര്? ഈ മകൻ. അപ്പം അവനിൽ ഭാരം കൂടും. ഇനി മറ്റൊരു വ്യവസ്ഥ പറയാനാണ് സ്ത്രീയെ സംബന്ധിച്ച് മഹർ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ മഹർ? ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന കണക്ക് ഇസ്ലാമിന് വിപരീതമായിട്ടുള്ള ഒരു പവൻ്റെ മാല കൊണ്ട് മഹർ കൊടുക്കുകയും കോടിക്കണക്കിന് രൂപ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നത് മറ്റൊരു ആൺകുട്ടിയാണ്. മനസ്സിലാക്കണം. അതേസമയം ഇസ്ലാമിൻ്റെ നിയമം എന്താണ്? ഇതിനെതിരാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ അവർക്ക് മഹർ എന്ന് പറയുന്നത്, ഇന്ന് അറേബ്യൻ രാജ്യത്ത് ഇസ്ലാം രൂപീകരിച്ചത് ആദം നബിയുടെ കാലം തൊട്ടാണ് ഇസ്ലാം ഉള്ളത്. അത് വേറൊരു വിഷയത്തിൽ പറയേണ്ടതാണ്. അപ്പം ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത്, ഈ പെണ്ണ് ചെറുക്കനോട് പറയും എനിക്ക് ഇന്നതൊക്കെ വേണം. സൗദി അറേബ്യയിലാണെങ്കിൽ വീട് വേണമെന്ന് പറയും, കാറ് വേണമെന്ന് പറയും. ഇതെല്ലാം ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ ഒക്കൂ. അപ്പോൾ പ്രവാചകന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ ആൺകുട്ടികളൊന്നും പെണ്ണ് കെട്ടാൻ നിവൃത്തിയില്ലായിരിക്കുക. കാരണം മഹർ കൊടുക്കാൻ പണമില്ല, അത് ചെറുതൊന്നും പോരാ, അവരാവശ്യപ്പെടുന്ന കൊടുക്കണം. അതുകൊണ്ട് ആ മഹർ കൊടുക്കാൻ മാർഗമില്ലാതെ ഒരുപാട് പുരുഷന്മാര് വിവാഹം കഴിക്കാതെ നിന്ന ചരിത്രമുണ്ട്. അവസാനം വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു കുത്തുബയിൽ ഈ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, സഹോദരിമാരെ, നിങ്ങൾ മഹർ ഒരല്പം കുറയ്ക്കണമെന്ന്. നിങ്ങൾ ഈ ഡിമാൻഡുകളൊക്കെ ഒന്ന് കുറയ്ക്കണം. കാരണം ഒരുപാട് ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ്, കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മഹറൊക്കെ ഒന്ന് കുറയ്ക്കണം, ഒന്ന് പരിമിതപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് അവിടെ വെച്ച് തന്നെ ചോദിച്ചു, ഉമറേ, അപ്പം സ്ത്രീയും പുരുഷനും ഒക്കെ പള്ളിയിൽ നിസ്കരിക്കാന്നതിലും തെളിഞ്ഞിട്ടുണ്ട്, അത് വേറൊരു വിഷയം. അപ്പം ഉമറേ, അള്ളാഹു ഒരു കുട്ടിയോളം കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അപ്പം നിനക്കത് കുറയ്ക്കാൻ ആരധികാരം തന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്ഷമിക്കണം സഹോദരി, ഇരിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്ത്രീകളെ ഉയർത്തിയ ഒരു മതമാണ്. ഏറ്റവും കൂടുതൽ ഉയർത്തുകയും വിവാഹത്തെ സംബന്ധിച്ചാലും എന്തിനെ സംബന്ധിച്ചാലും അവർക്കാണ് അധികാരം കൊടുത്തത്. അല്ല ഇവിടെ ഇപ്പം ഈ സൂറ ചേച്ചിയുടെ സ്ഥലത്ത് കിടക്കുന്നതാണെങ്കിൽ ഇസ്ലാമിനെ പഠിക്കാത്തൊരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോലെ അല്ല ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കുക ആദ്യം തന്നെ, എന്നിട്ട് പോയി മരിക്കാനായിട്ട് തയ്യാറായി പോവുക. അത് കാര്യമില്ല. ഇവിടെ അങ്ങേയറ്റം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തു എന്നതാണ് ഇസ്ലാം ചെയ്ത ഏറ്റവും നല്ലൊരു മാർഗം. ഇത് പഠിക്കുന്നവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാവൂ. ഇവിടെ നമ്മളെ കേരളത്തിൽ നിങ്ങൾ കണ്ടുവരുന്ന അതല്ലേ, ഒരു പെണ്ണ് കെട്ടിക്കാനുണ്ടെങ്കിൽ ചെന്ന് ചോദിക്കും, എനിക്ക് ഇത്ര പവൻ, ഇത്ര സ്വർണം, ഇത്ര രൂപ, കാറ് എല്ലാം വേണം. എന്നിട്ട് ആ കുട്ടിയുടെ പിതാവിന്റെ ചങ്ക് പിളർന്ന് ചോര കുടിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ നടക്കുന്നത്. കെട്ടിക്കൊണ്ട് വിവാഹം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് തുടങ്ങും അമ്മായിയമ്മ, മാത്തുവന്മാർ എല്ലാവരും കൊണ്ടുവാ. ഇനി കൊണ്ടു ചെന്നില്ലെങ്കിലോ ആ പെണ്ണിന്റെ ജീവിതം കോഞ്ഞാട്ടയാണ്. അപ്പം എന്തോ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ട്, വിവരം ഉണ്ടെന്നൊക്കെ അവർ പറയുന്നെങ്കിലും
ഇതൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവരാണ് അവരും അധികം. അത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പെങ്ങന്മാരെ മാതാക്കളുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ആ ഒരു സാധു കുഞ്ഞിന്റെ ജീവിതം വളരെയേറെ കോഞ്ഞാട്ടയാക്കുക. അതാണ് ഇന്ന് നടന്നു വരുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ കാണാം. കൊണ്ടിച്ചെന്നില്ലെങ്കിൽ അവരുടെ ജീവിതം പോക്കാം. ഇനി കൊണ്ട് കൊടുത്തോണ്ടിരുന്നാലോ വീണ്ടും വീണ്ടും ഇങ്ങനെ ആർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുരുഷന്റെ സമ്പത്തിൽ നിന്നാണ് സ്ത്രീയെ സംരക്ഷിക്കേണ്ടത്. അവൻ ആണ് അവക്ക് ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. ഇത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടണം. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു സമാധാനം ആ വീട്ടിൽ കൊടുക്കില്ല, നല്ല ഭക്ഷണം കൊടുക്കില്ല, എന്തിനും കുത്തുവാക്കുകളായിരിക്കും. ഇതാണ് നമ്മളെ കേരളത്തിൽ നടന്നു വരുന്നത്. അറിവുകേടെന്നല്ലാതെ എന്താ പറയുക. അപ്പൊ ഈ വീട്ടിലുള്ള ഈ മാതാപിതാക്കൾ തന്നെ ആവട്ടെ, അവർക്ക് ചിലപ്പം നിസ്കാരം കാണും, നോമ്പ് കാണും, അവർ ചിലപ്പോൾ ഹജ്ജ് ചെയ്യുക എല്ലാം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഈ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ആ കുഞ്ഞിന്റെ ജീവിതം എങ്ങനെയാണോ തകർക്കാൻ പറ്റുന്നത് അങ്ങനെ തകർക്കും. അതിന് ഈ ആണും പെണ്ണും കെട്ടന്മാർ നിന്നു കൊടുക്കും. എന്നിട്ടോ ഒരു പരിധി കഴിയുമ്പം അവരൊക്കെ അവരുടെ പീരീഡ് കഴിഞ്ഞ് അങ്ങ് മരിച്ചു പോകും. പിന്നെ ഈ കുട്ടിയും ഈ പിള്ളേരും ഈ ഭാര്യയായിട്ട് അതേ മനോനില തന്നെ ആയിരിക്കും മനസ്സിൽ കിടന്ന് കളിക്കുക. എങ്ങനെയായാലും രണ്ട് ജീവിതങ്ങൾ തൊലയുക എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടോണ്ടൊന്നും നിങ്ങൾ ഇസ്ലാമിനെ അളക്കണ്ട. ഇസ്ലാം വളരെ സുന്ദരമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ഇതൊക്കെ ഒന്ന് പഠിക്ക് സുഹറ ചേച്ചി, എന്നിട്ട് ഈ യുക്തിവാദികളോടെ കൂടിക്കൊണ്ട് ഇങ്ങനെ സ്വന്തമായിട്ട് മരിക്കാൻ നടാ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു ഹദീസ്. നിങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. അവശേഷിക്കുന്ന സമയം നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ, പേര് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു, എനിക്ക് അറിയില്ല ശരിക്കും. ഒരുപക്ഷെ നിങ്ങളെ പിതാവ് നിങ്ങളെ പണ്ട് വീട്ടിൽ പൂട്ടിയിട്ട് കാണും. ആ ഒരു അനുഭവം കൊണ്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ ഈ കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകളുടെ ഒരു 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 ഹിതപരിശോധന നടത്തുക. ആരെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നോ നോക്ക്. അഥവാ സപ്പോർട്ട് ചെയ്താലും കുറെ ഫെമിനിസത്തിന്റെ പിന്നിൽ നടക്കുന്ന കുറെ വിവരമില്ലാത്ത പെണ്ണുങ്ങൾ കാണും, അല്ലെങ്കിൽ കുറെ കോമാളികളായ യുക്തിവാദികൾ കാണും. ഇതല്ലാതെ നിങ്ങൾക്ക് ആരെയും കിട്ടില്ല. ഇനി ചിലപ്പോൾ കുറച്ച് സംഖ്യകളെയും കിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട്, അവരെ പെണ്ണുങ്ങളെയും കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ഒരു മുസ്ലിം സ്ത്രീയെ കിട്ടില്ല. ഒരു മുസ്ലിം സ്ത്രീ ഇന്ന് പീഡനം അനുഭവിച്ച് ജീവിക്കുന്നില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാ മരിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഒരു ഉപദേശവും കൂടെ തരാം. കാരണം എന്താ അറിയോ, മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്, അയ്യോ അല്ലദീന ആമനു ഇത്തഖല്ലാ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, മനുഷ്യരോടായി പറയുന്നത്, വിശ്വാസം അവനവൻ ഉൾക്കൊള്ളുന്നതാ. മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഒന്നാമതായി നിങ്ങളെ സൃഷ്ടാവിനെ ഭയപ്പെടുക, കരുതുക, നിങ്ങൾ സ്നേഹിക്കുകയും ഭയക്കുകയും വേണം. എന്നിട്ടോ നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകരുത്. എന്താണ് മുസ്ലിമിന്റെ മാനദണ്ഡം? ഒന്ന് വിശ്വാസം ഉറപ്പിക്കലാണ്. വിശ്വാസം ഈ പ്രപഞ്ചത്തിന് നാഥനുണ്ട്, അവനാണ് എൻ്റെ സൃഷ്ടാവെന്ന് ഉറപ്പിക്കലാണ്. അത് കഴിഞ്ഞതിന് ശേഷമോ ബാക്കിയുള്ള കർമ്മങ്ങളുണ്ട്. അതൊക്കെ നിസ്സാരം, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതെന്ന് ഇത്ര കർശനമായിട്ട് പറയുമ്പോൾ, നിങ്ങളിങ്ങനെ മുസ്ലിമിനെതിരായിട്ട് ഖുറാൻ കത്തിക്കണം, അല്ലെങ്കിൽ ഖുറാൻ തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോ നാളെ ഇവിടുന്ന് പെൻഷൻ പറ്റാനുള്ള ഒരു മനുഷ്യരാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് മീഡിയയും കാണത്തില്ല, യുക്തിവാദികളും കാണത്തില്ല, ഫെമിനിസ്റ്റുകളും കാണത്തില്ല, ആരും കാണത്തില്ല. നിങ്ങൾ ഏകയായിരിക്കും. അവിടെ നിങ്ങൾ എണ്ണി എണ്ണി പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് മീഡിയ ഇല്ലാത്ത ഒരു രാജ്യത്തോട്ട് പോകുമ്പം, ഒരു ലോകത്തോട്ട് പോകുമ്പം അവിടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടി വരും. ആരും ഉണ്ടാവില്ല രക്ഷിക്കാൻ, രക്ഷപ്പെടീരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിടിവാശിയൊക്കെ കളഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് കുറെ മുസ്ലിം സ്ത്രീകൾക്കൊന്ന് ഇറങ്ങി ചോദ്യം, നിങ്ങൾ എന്ത് പീഡനം അനുഭവിക്കുന്നതെന്ന്. ഇസ്ലാമിനെ പഠിക്കാത്ത ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരും. അല്ലാതെ നടക്കത്തില്ല. ഫെമിനിസ്റ്റുകളെ വീട്ടിൽ ചെന്നാലും പറഞ്ഞു തരും, ഇത് നടക്കത്തില്ല. നിങ്ങൾ നല്ലവരായി ജീവിക്കുന്ന മുസ്ലിങ്ങളുമായിട്ടൊന്ന് ഇടപെട്ട് അവരുമായിട്ട് കാര്യങ്ങൾ പഠിക്ക്, ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങളിവിടെ ആർക്കും വേണ്ടി ഒരു സ്വാതന്ത്ര്യം നേടാൻ നടക്കണ്ട. ആർക്കും ആ സ്വാതന്ത്ര്യം ആവശ്യമില്ല. ഒരു പട്ടിക്ക് പോലും ഇവിടെ വേണ്ട. നിങ്ങളെ ജീവിതം തൊലഞ്ഞു പോവും. ബാക്കി അവശേഷിക്കുന്ന ലോകത്തോട്ട് പോകാനുണ്ട്, അവിടെ ചെന്ന് നഷ്ടത്തിലായി പോവും. ഒന്ന് പഠിക്ക്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഈ വയസ്സുകാലത്ത് ഈ ബുദ്ധിക്കൊക്കെ ഭ്രമമുള്ള ആൾക്കാർ ഇങ്ങനെ പലതും പറയും. വയസ്സായിരിക്കുന്ന നമ്മളെ ഉമ്മമാരെയൊക്കെ നമുക്കറിയാം, അവരിപ്പോ പറയുന്നതല്ല പിന്നെ അവർ പലതും ചെയ്തെന്നിരിക്കും. ഇതൊക്കെ നമ്മൾ സഹിക്കും, കാര്യം പ്രായത്തിന്റെ ആയിട്ട് സഹിക്കും. അത്തരത്തിലുള്ള ഒരു വീക്ഷണം ആണെന്ന് തോന്നുന്നു നിങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സുഹറ ചേച്ചി ഒന്നും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഇറങ്ങ്. ആദ്യം കണ്ട ഹദീസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ നോക്ക്. അത് നിങ്ങളെ നന്മയ്ക്ക് നല്ലതായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.